നമുക്ക് അടിപൊളി ടേസ്റ്റിൽ നല്ലൊരു ഫ്രൈഡ് റൈസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടുന്ന പച്ചക്കറി മുട്ടയാണ് ഇത്. ബീൻസ്, പച്ചമുളക്, വെളുത്തുള്ളി, സബോള, ക്യാരറ്റ്, ബട്ടർ, 3 മുട്ട, സ്പ്രിംഗ് ഓനിയൻ, സോയാ സോസ്, വൈറ്റ് വിനാഗിരി, അജിനമോട്ടോ. മുഴുവനും വേവിക്കാത്തൊരു മുക്കാലും വേവിച്ച റൈസാണ് അത് കേട്ടോ. അതേപോലെ തന്നെ ഇത്രയും സാധനങ്ങൾ നമ്മൾക്ക് ഫ്രൈഡ് റൈസിന് എന്തായാലും വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പെപ്പറും സാൾട്ടാണ് കേട്ടോ. കുരുമുളക് പൊടിയും ഉപ്പും വേണം. നമുക്കത് മുക്കാല വേവിക്കേണ്ട ബിരിയാണി റൈസ് എടുക്കരുത് കേട്ടോ. നീളത്തിലുള്ള റൈസ് തന്നെ വേണം. പാൻ ചൂടായി നമ്മൾ ബട്ടർ ഇട്ടു. നമ്മൾ ബട്ടറിലോ നെയ്യിലോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബട്ടറാണ്. അപ്പോൾ ബട്ടർ ഇതാ മെൽറ്റായിട്ട് വന്നപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇടുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത സമയത്ത് വേണം നമ്മൾക്ക് ബാക്കി ഉള്ള പച്ചമുളക് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതാ ബട്ടർ നമ്മൾ നല്ല തീയിൽ ബട്ടർ വെളുത്തുള്ളി ഇടരുത്. നല്ല തീ കുറച്ചിട്ട് വേണം. ബട്ടർ മെൽറ്റായി നന്നായതിന് ശേഷം വേണം നമ്മൾക്കിതാ ഈ പരുവം മൂക്കും. ആ ടൈമിൽ വേണം നമ്മൾക്ക് പച്ചമുളക് ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ട് വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകിൻ്റെ പകുതിയാണ് ഇടുന്നത്. പകുതി നമ്മൾ പിന്നെ അവസാനമാണ് ഇടുന്നത്. അപ്പോൾ അതാ പച്ചമുളക് ഇട്ടു. പച്ചമുളക് ഇട്ടിട്ട് ആ പച്ചമുളക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾക്ക് നന്നായിട്ട് മൂക്കണം കേട്ടോ. നന്നായിട്ട് മൂത്ത് വരണം ബട്ടറിൽ കിടന്നിട്ട്. അപ്പോൾ നമ്മളിതാ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോളയും കൂടെ മുഴുവനായിട്ട് ഇടുകയാണ് കേട്ടോ. കൊത്തി അരിഞ്ഞത് 2 സബോളയാണ്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സബോള ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെയും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കരിഞ്ഞു പോകരുത്. നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് വരെ നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ. സാൾട്ട്, അതെ, അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ സബോള വാടി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പിട്ടു. നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതാ ഏകദേശം നന്നായിട്ട് മൂപ്പായിട്ട് വന്നു. അപ്പോൾ നമുക്ക് ക്യാരറ്റും ബീൻസും കൂടി ഇടാം കേട്ടോ. അതാ ക്യാരറ്റ് ഇട്ടു. ക്യാരറ്റ് ഇതാ മുഴുവൻ ക്യാരറ്റും ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മൾ കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടുള്ള ബീൻസാണ്. അത് നമ്മളിതാ കുറച്ച് ബീൻസും നല്ല ടേസ്റ്റ് ഉണ്ടാവും അത്. അപ്പോൾ നല്ല കളർഫുള്ളാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഇതേപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. ഇതേപോലെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. കരിഞ്ഞു പോവരുത് ഈ സമയത്ത്. അപ്പോൾ നന്നായിട്ട് നമ്മളിതാ ഇതേപോലെ ഒരു മുക്കാലും കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുട്ടയാണ് ഒഴിക്കേണ്ടത്. മുട്ട നമുക്ക് ഒരു 3 മുട്ട ബീറ്റ് ചെയ്തതാണ്. കുരുമുളകും ഉപ്പും ഇട്ടിട്ടുള്ളതാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്തതാണ്. അത് നമ്മൾ ഇതിലൊഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പച്ചക്കറിയും ഇതും കൂടെ നന്നായിട്ട് വെള്ളമില്ലാതെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇപ്പം നല്ല തീ കുറച്ചും കൂടെ കൂട്ടി വെക്കണം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. ഈ മുട്ട നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് കുത്തിപ്പൊരിച്ച് വേറെ വെച്ചിട്ട് ഈ വെജിറ്റബിൾ വേവിക്കുമ്പോൾ നമുക്കതിലിടണമെങ്കിൽ ഇടാം. അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം കുറച്ചേ ക്വാണ്ടിറ്റിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ നന്നായിട്ട് ഫ്രൈ ആവുന്നുണ്ട് കണ്ട. ഇതേപോലെ മുട്ട നന്നായിട്ട് നമ്മൾക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ പരുവാവും കേട്ടോ. അത് കണ്ട നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഈ ടൈമിലൊക്കെ നമുക്ക് തീ കുറച്ച് കൂട്ടിയിട്ട് വേണം വെക്കാനായിട്ട്. കരിയാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇതേ പരുവാവണ സമയത്ത് നമ്മൾക്ക് മുക്കാലും വേവിച്ച് വെച്ച റൈസ് ഉണ്ടല്ലോ, വെള്ളമില്ലാതെ ശകലം പോലും വെള്ളം പാടില്ല. അപ്പോൾ നീളത്തിലുള്ള റൈസാണ്, അതാണ് നല്ലത് ഫ്രൈഡ് റൈസിന്. അപ്പോൾ ഈ റൈസ് നമ്മളിതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെജിറ്റബിളിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുകയാണ് കേട്ടോ നന്നായിട്ട്. അപ്പോൾ വെള്ളം ഒട്ടും പാടില്ല. പിന്നെ ഈ സമയത്ത് നമുക്ക് തീ നന്നായിട്ട് കൂട്ടി വെക്കണം. കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇതിൽ യോജിപ്പിക്കണം കേട്ടോ. ഇതേപോലെ നല്ല ഈ പച്ചക്കറി മുട്ടയും എല്ലാം അതും കൂടെ നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഇതേ പരുവാകുമ്പോൾ വിനാഗിരി ഒഴിക്കാം കേട്ടോ. ഇതൊരു 2 സ്പൂൺ ഉണ്ടാവും, ടീസ്പൂൺ ഉണ്ടാവും. അപ്പോൾ വിനാഗിരി ഒഴിക്കണം. വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സോയാ സോസും കൂടെ ഒഴിക്കാം. സോയാ സോസും ഏകദേശം 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതും കൂടെ ഇതിൽ ഒഴിച്ചിട്ട് പിന്നെ ബാക്കി നമുക്ക് അജിനമോട്ടോ ബാക്കിയുള്ള അജിനമോട്ടോ ഉണ്ടല്ലോ, ഇതൊരു സാൾട്ടിൻ്റെ ടേസ്റ്റാണ്. അതും കൂടെ
ഫ്രൈഡ് റൈസിന് വേണം കേട്ടോ. അത് ഇതാ ഒരു 2 പിഞ്ച് അതും കൂടെ നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി ഈ സമയത്ത് തീ കൂടുതലായിട്ട് വെക്കണം. ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞ് തന്നെ ഒരു ഫ്രൈ ആവുന്ന റൈസാണ്. അപ്പം അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതിൽ നന്നായി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല തീയിൽ തന്നെ നന്നായിട്ട് ഇതേപോലെ ഫ്രൈ ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ആ അരിഞ്ഞു വെച്ച പച്ചമുളക് ഉണ്ടല്ലോ അത് നമ്മളിത് ഈ സമയത്ത് നമ്മൾ ഇടുക. ഇതിലിട്ടിട്ട് നമുക്ക് ഇത് അധികം വേവണമെന്നില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് സ്റ്റീം പോലെ ഈ റൈസിൽ കിടന്നിട്ട് ഒന്ന് ഇളക്കി എല്ലായിടത്തും കൂടെ യോജിപ്പിക്കുക. അപ്പം ഇതിൻ്റെ നല്ല മണമാണ് ഈ സമയത്ത് നമ്മൾ പച്ചമുളക് ഇടുമ്പോൾ കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മണം നമ്മുടെ ഫ്രൈഡ് റൈസിന് ഈ സമയത്ത് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പ്രിംഗ് ഓനിയനാണ് ഇടേണ്ടത്. ആ സ്പ്രിംഗ് ഓനിയൻ ഇതിടുന്നത്. സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ വേവിക്കാനോ അതല്ലെങ്കിൽ സ്പ്രിംഗ് ഓനിയൻ വാടാനൊന്നും നിൽക്കണ്ട. ഇതേ സമയത്ത് ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ആ തീ കൂട്ടിയിട്ട് കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം ഇപ്പം തന്നെ നമ്മൾ നല്ല മണം വരുന്നുണ്ട്. നല്ല ഫ്രൈഡ് റൈസൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ ഉണ്ട്. ഈ പരുവാവണ സമയത്ത് നമ്മൾക്ക് ഇത് തീ നിർത്തുകയും ചെയ്യാം. അപ്പം അത് നിർത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് കുറച്ച് പെപ്പർ ഇടാം കേട്ടോ. നമുക്ക് സാൾട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, എനിക്ക് സാൾട്ട് ഓക്കെയാണ്. അത് ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂണ് പെപ്പറും കൂടി ഇട്ടിട്ട് നമ്മൾ ആ തീയിൽ തന്നെ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ഫ്രൈഡ് റൈസ് റെഡിയാണ് കേട്ടോ. അപ്പോൾ കണ്ട റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഫ്രൈഡ് റൈസ്, എഗ് ഫ്രൈഡ് റൈസ് റെഡിയാണ്. അപ്പോൾ എല്ലാവരും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാ ഫ്രൈഡ് റൈസ്, സൂപ്പർ ടേസ്റ്റി ഫ്രൈഡ് റൈസ് ഓക്കെയാണ് കേട്ടോ.